ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 244. 56-ാമത്തെ ഉപനിഷത്തായിട്ട് നമ്മൾ മുണ്ടക ഉപനിഷത്താണ് നോക്കുന്നത്. അതിൽ മുണ്ടകം 3 ഖണ്ഡം 2 ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതിലും ബ്രഹ്മത്തെപ്പറ്റി, ബ്രഹ്മസാക്ഷാത്കാരത്തെപ്പറ്റി തന്നെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ്. ഒന്നിൽ പറയുന്നു ഇങ്ങനെ, അതായത് നേരത്തെ പറഞ്ഞ് വിവരിച്ച പോലെ, യാതൊരുവൻ സമസ്ത ലോകങ്ങളിലും ആ പരബ്രഹ്മ പുരുഷോത്തമൻ സ്ഥിതി ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയിട്ട്, അപ്പം ആരൊരാൾ ഈ പ്രപഞ്ചം മുഴുവൻ ഈ കാണുന്നതെല്ലാം പരബ്രഹ്മമാണ്, അതില്ലാതെ സ്ഥലമില്ല എന്ന് മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കാൻ കഴിയുന്നവൻ അവൻ സമസ്ത ഭോഗങ്ങളും ഉപേക്ഷിച്ച്, അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വേണം? ഈ ഭൗതിക ലോകം ഉപേക്ഷിക്കണം. അപ്പോൾ ആത്മീയതയിലേക്ക് പോകുന്നവർ ആദ്യം ഇങ്ങനെ ഒരു ഈശ്വരനുണ്ട്, പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ഈശ്വരനാണ്. അതിന് ജാതിയുമില്ല, മതവുമില്ല, ജനിച്ചിട്ടില്ല, ജനിക്കാനും പോകുന്നില്ല. ഇതുവരെ അത് ഏത് രൂപത്തിലാണെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഋഷികൾക്ക് പോലും മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളൊരു സാധനമാണ്. പക്ഷെ അത് പ്രപഞ്ചം മുഴുവനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്, ഈ കാണുന്നതെല്ലാം അതിൻ്റെ ഒരു മായാരൂപമാണ്, അത് കാട്ടിക്കൂട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഭൗതികങ്ങളെല്ലാം ഉപേക്ഷിച്ച്, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങളെല്ലാം അറുത്തു മാറ്റണം, പൂർണ്ണ നിഷ്കാമനായിത്തീരും. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ എന്തായിത്തീരും? പൂർണ്ണ നിഷ്കാമനായിത്തീരും. പിന്നെ അവന് ഒന്നിലും, ഈ ലോകത്തിലുള്ള ഒന്നോടൊരു താല്പര്യം ഉണ്ടാകില്ല. യഥാർത്ഥ ആത്മീയത്തിലേക്ക് തിരിഞ്ഞവൻ്റെ ലക്ഷണമാണ് ഈ പറയുന്നത്. പിന്നെ യാതൊരു അഭിലാഷവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിക്കില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പിന്നെ ഒരു അഭിലാഷവും ഇല്ല, ഒരാഗ്രഹവും അവൻ്റെ മനസ്സിലുണ്ടാവില്ല. അവന് തിന്നാനും ആഗ്രഹം ഉണ്ടാവില്ല, കുടിക്കാനും ആഗ്രഹം ഉണ്ടാവില്ല, ഒന്നുമില്ല. ഉടുക്കാനും ആഗ്രഹം ഉണ്ടാവില്ല, ഒരു പ്രഭാഷണം നടത്താനും ആഗ്രഹം ഉണ്ടാവില്ല. എന്നിട്ടോ അപ്പോഴവൻ രജോമയമായ ശരീരത്തെ ഉപേക്ഷിക്കുന്നു. പിന്നെ അവൻ ആ ശരീരത്തെപ്പറ്റി ചിന്തിക്കില്ല. വല്ല വേഷവും കെട്ടിയിട്ട് വലിയ ദണ്ഡെല്ലാം എടുത്തിട്ട് ഇങ്ങനെയൊന്നും വരില്ല. പിന്നെ അവന് ശരീരത്തെ ഉപേക്ഷിക്കും, ശരീരത്തെപ്പറ്റി ചിന്തിക്കില്ല. പിന്നെ ഒരു പ്രത്യേക തരത്തിൽ വേഷം ഇടുക എന്നെല്ലാം പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ആത്മീയവാദികൾ എന്നെല്ലാം പറയുമ്പോൾ ഒരു പ്രത്യേക വേഷമെല്ലാം, ആ ഉടുക്കുന്ന വസ്ത്രം തന്നെ ഒരു തരത്തിലാണ് ഉടുക്കുക. അതായത് ശരീരത്തിൽ ഇന്ന രൂപത്തിൽ വരണം എന്നൊരു ധരിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ അവന് പുനർജന്മമില്ല, അവനാണ് ബുദ്ധിമാൻ. അങ്ങനെയുള്ളവന് പിന്നെ എന്തുണ്ടാവില്ല? പുനർജന്മമില്ല, അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. എന്തുകൊണ്ടാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്? യഥാർത്ഥ സയൻസ് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ശക്തിയെപ്പോലും മനസ്സിലാക്കാൻ പറ്റി. ഇനി 2, യാതൊരുവൻ്റെ ദൃഷ്ടിയിൽ ലോകത്തിലും പരലോകത്തിലും ഭോഗങ്ങൾ സുഖഹേതുവായി കരുതുന്നു. എന്നാൽ യാതൊരാൾ ഈ ലോകത്തിലും പരലോകത്തിലും ഉള്ളതെല്ലാം ആഗ്രഹിക്കുന്നു, സുഖഭോഗങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മൾ തന്നെ പലവരും ചിന്തിക്കുന്ന എന്താണ്? ഇനി സ്വർഗത്ത് പോകണമെന്നോ, അവിടെ ഹൂറികളുണ്ടെന്നോ മറ്റെന്തെല്ലോ ആണ്. അപ്പം ആ ചിന്ത വരുന്നത് തന്നെ മണ്ടത്തരം. യാതൊരുവൻ്റെ ദൃഷ്ടിയിൽ ലോകത്തിലും പരലോകത്തിലും ഭോഗങ്ങൾ സുഖഹേതുവായി കരുതുന്നു. അങ്ങനെ അവൻ സുഖഹേതുവായിട്ട് ചിന്തിക്കുന്നുവെങ്കിൽ ആ ഭോഗങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നാനാപ്രകാരത്തിലുള്ള ഭോഗങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കർമ്മങ്ങളിലൂടെ അവ നേടുവാനായി ജനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ ആ ഭോഗസുഖം കിട്ടാൻ വേണ്ടിയിട്ട്, ഏത് തരം ഭോഗമാണ്, തിന്നേണ്ട ഭോഗസുഖമാണോ വേറെ വല്ലതുമാണോ, അതിനനുസരിച്ച് അവൻ അതിൻ്റെ പിന്നാലെ അത് നേടാൻ വേണ്ടിയിട്ട് എന്തെല്ലോ ചെയ്തുകൊണ്ട് നടക്കും. ചിലപ്പം പണം നേടാൻ വേണ്ടിയിട്ടായിരിക്കും. അവൻ അങ്ങനെ ആ ഭോഗസുഖത്തിൻ്റെ പിന്നാലെ അലയും. അവനിത് പറഞ്ഞതല്ല. എന്നാൽ യാതൊരുവൻ ഭഗവാനെ തന്നെ ആശ്രയിച്ച് സുഖഭോഗങ്ങളെ വെറുപ്പോടെ വീക്ഷിക്കുന്നു. എന്നാൽ ഏതൊരാൾ എനിക്ക് ഭഗവാൻ മതി, ആ നിർഗുണമായ ഒരു സംഗതി ഉണ്ടല്ലോ, അതിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് ഒരു തര സുഖഭോഗങ്ങളെയെല്ലാം വെറുക്കും. സുഖഭോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളെയും എല്ലാം വെറുക്കണം. വെറുപ്പുണ്ടായേ പറ്റൂ.
എല്ലാത്തോടും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തോടും, ജോലിയോട്, വസ്ത്രത്തോട്, ഭക്ഷണത്തോട്, എല്ലാത്തിലും വെറുപ്പുണ്ടായിട്ട് വെറുപ്പോടെ വീക്ഷിക്കുന്നുവോ, ആ വിശുദ്ധ അന്തർകരണത്തോടു കൂടിയ അവൻ്റെ എല്ലാ അഭിലാഷങ്ങളും അവനിൽ വിലീനമായി തീരുന്നു. അങ്ങനെ അവൻ്റെ മനസ്സ് ശുദ്ധമാകുമ്പോൾ അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ അലിഞ്ഞങ്ങ് പോകും. പിന്നെ അവൻ ആഗ്രഹമേയില്ല. ആഗ്രഹമില്ലാത്തവനാണ് ആത്മീയവാദി. യഥാർത്ഥത്തിൽ ആത്മീയ സന്യാസി എന്നെല്ലാം പറയുന്നവൻ. പിന്നെ അവൻ ആഗ്രഹമില്ല. പിന്നെ അവൻ്റെ ദൃഷ്ടി ഭോഗങ്ങളുടെ നേരെ തിരിയുകയില്ല. പിന്നെ അവൻ ഈ ഭൗതിക ലോകത്തിൽ എന്തിൻ്റെയും പേരിൽ ഞാൻ സന്യാസിയായി പോയി എവിടെയും പോയി പ്രഭാഷണം നടത്തി ജനങ്ങളെ നന്നാക്കി കളയാമെന്നൊന്നും അവൻ്റെ മനസ്സിൽ തോന്നില്ല. പിന്നെ അവന് പുനർജന്മമില്ല. അങ്ങനെയുള്ള വ്യക്തിക്ക് മരണമില്ല, ജനനവുമില്ല. അവൻ ഭവാനിൽ ലയിച്ച് ജനന മരണങ്ങളെ മറികടക്കും. ഇനി 3, യാതൊരുവൻ ശാസ്ത്രങ്ങളെ പഠിച്ചിട്ട്, ഒരാൾ ശാസ്ത്രം എല്ലാം പഠിച്ചിട്ട് ആവേശപൂർണമായ പ്രഭാഷണങ്ങൾ കൂടി പരമാത്മാവിനെ നാനാപ്രകാരത്തിൽ വർണ്ണിക്കുന്നുവോ, ആ ഈശ്വരന ബ്രഹ്മത്തെ, ഇപ്പം ഞാൻ ചെയ്യുന്നത് അത് തന്നെയാണ്, നാനാപ്രകാരത്തിൽ ബ്രഹ്മത്തെ വർണ്ണിക്കുന്നു. ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ട് പ്രഭാഷണങ്ങളിൽ കൂടി പരമാത്മാവിനെ നാനാപ്രകാരത്തിൽ വർണ്ണിക്കുന്നുവോ, ഞാനും എപ്പോഴും ഇതേമാതിരി കുറേ ആത്മീയ ഗുരുക്കന്മാരുണ്ട്. അവരെല്ലാം നാനാപ്രകാരത്തിൽ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തർക്കശീലനായവന് പരമാത്മാവിനെ പ്രാപിക്കുവാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവന് ആ പരമാത്മാവിനെ പ്രാപിക്കാൻ സാധിക്കും. എനിക്കും പറ്റില്ല. പറ്റണ്ടെങ്കിൽ ഇതെല്ലാം കളഞ്ഞു കെട്ടിയിട്ട് പോകണം. ഈ പരിപാടി മതിയാക്കിയിട്ട് പോകണം. ഇപ്പം ഞാനെല്ലാം യൂട്യൂബിലൂടെ ഓരോരുത്തല്ലോ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഇതെൻ്റെ പിന്നാലെയെല്ലാം പ്രഭാഷണമായിട്ട് നടക്കുന്നത്. അല്ലാതെ ബ്രഹ്മത്തിൽ ലയിക്കലാണെങ്കിൽ ഞാനിതൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഇതെല്ലാം വെറും മിഥ്യ എന്ന് പറഞ്ഞുകൊണ്ട് പോകണം. അതുകൊണ്ട് ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്നവർക്കൊന്നും ബ്രഹ്മത്തെ, പരമാത്മാവിനെ പ്രാപിക്കാൻ പറ്റില്ല. യാതൊരുവൻ ബുദ്ധിമാനാണെന്ന അഹങ്കാരത്താൽ തർക്കത്തോടെ സദാ വിവേചനം നടത്തി അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവോ, ഇനി വലിയ ബുദ്ധിമാനാണെന്നല്ല അഭിമാനിച്ചിട്ട് ചിലവർ ആ ഈശ്വരനെ മനസ്സിലാക്കാൻ വേണ്ടി അവൻ്റെ ബുദ്ധി കൊണ്ട് ശ്രമിക്കുന്നുവോ, അദ്ദേഹത്തിനും ആ പരമാത്മാവിനെ മനസ്സിലായിട്ടില്ല. വലിയ ശാസ്ത്ര തത്വങ്ങളെല്ലാം പഠിച്ചവനെ പോലെ, ബുദ്ധിമാനെ പോലെ ആ ഈശ്വരനെ വർണ്ണിക്കുന്നവനും, തർക്കത്തിലൂടെയെല്ലാം വർണ്ണിക്കുക, ഈശ്വരൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നവനും അതിനെപ്പറ്റി മനസ്സിലായിട്ടില്ല. അതേപോലെ പരമാത്മാ വിഷയത്തിൽ വളരെയധികം കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുവോ, അവരും അവരെ പ്രാപിക്കില്ല. കുറേ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഉടുത്തൊരുങ്ങിപ്പോകും. അല്ലെങ്കിൽ യൂട്യൂബ് തുറന്ന് എവിടെ നിന്നെല്ലാം ഈ ആത്മീയ പ്രഭാഷണങ്ങളെല്ലാം കേട്ടിട്ട് വലിയ ജ്ഞാനമൊന്നും ആത്മീയതയിലങ്ങെത്തി എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കും ആ പരമാത്മാവിനെ മനസ്സിലാവില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. പ്രഭാഷണം കേട്ടോണ്ടൊന്നും പറ്റില്ല. പിന്നെ ആർക്കാണ് പറ്റുക? യാതൊരുവനെ അദ്ദേഹം സ്വയം സ്വീകരിക്കുന്നുവോ അദ്ദേഹത്തിന് അവനെ പ്രാപിക്കുവാനാകുന്നു. ആ ഭഗവാൻ തന്നെ തീരുമാനിക്കണം, ഇവൻ ഇതെല്ലാം മതിയാക്കിയിട്ട് എൻ്റെ അടുത്ത് വരട്ടെ. അവൻ്റെ ജോലി ഈ ലോകത്തിലും പരലോകത്തിലും ഇനി ഇവനൊരു ജോലിയൊന്നും ചെയ്യാനില്ല എന്നുള്ള അവസ്ഥ വരുമ്പം പറയും, നീ ഇങ്ങോട്ട് പോരി, എന്നിൽ തന്നെ വന്ന്. അത് തന്നെയാണ് ഞാനായി മാറിയുന്നത്. തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പോകും. അപ്പം ആർക്കാണ് തോന്നുക? ഈ ലോകത്തിലും പരലോകത്തിലും ഇനിയുള്ള ജന്മങ്ങളിലും ഒന്നും നമുക്കിനി ജോലിയില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ നമ്മളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ആഗ്രഹത്തിലൂടെ, ഞാനെന്ന ചിന്തയുണ്ടാക്കിയ ആഗ്രഹത്തിലൂടെയാണ് കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പം എപ്പോഴതിന് കർമ്മങ്ങൾ തീരുന്നു, എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യിപ്പിക്കാനില്ല, ഈ ലോകത്തിലും ഇനിയുള്ള ജന്മങ്ങളിലും ഇല്ല എന്ന് തോന്നുമ്പോൾ എന്നിൽ ആഗ്രഹമുണ്ടാക്കില്ല, ഞാനെന്ന ചിന്തയും ഉണ്ടാക്കില്ല. അപ്പം നമ്മളെ മനസ്സ് ഒരുമാതിരിയായി മാറും, ഞാനെന്ന ചിന്ത പോലും ഇല്ലാതെ. അപ്പം പിന്നെ ശരീരത്തെ പറ്റി ചിന്ത. അവനെയാണ് ബ്രഹ്മസാക്ഷാത്കാരം പറഞ്ഞിട്ടുള്ളൂ. അപ്പം എന്തിനാ വെറുതെ ഈ വേഷം കെട്ടിയിട്ട് സമയം കളയുന്നത്?
അവനവൻ്റെ ഉള്ളിൽ തന്നെ ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിനെ അങ്ങ് ചിന്തിച്ചിട്ട് പോയാൽ പോരെ. ഈ ചുറ്റി നടന്ന് എന്തെല്ലോ പ്രഭാഷണങ്ങൾ കേട്ട് എന്താ കിട്ടാൻ പോകുന്നു? ജ്ഞാനം നേടാൻ കൊള്ളാം, മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അല്ലാതെ അതൊന്നും ബ്രഹ്മസാക്ഷാത്കാരത്തിന് അദ്ദേഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ അതൊന്നും പ്രാപ്തമല്ല. അങ്ങനെ അവനെ ആരെങ്കിലും സ്വീകരിക്കുമ്പോൾ അപ്പോൾ ആ ശക്തി എന്നെ തീരുമാനിക്കാണ്, ആ പ്രമോദ് ഇങ്ങോട്ട് പോയിക്കോട്ടെ, അവൻ്റെ ജോലിയെല്ലാം തീർന്നു എന്ന് വരികയാണ്. ഞാൻ ഈ പരിപാടിയെല്ലാം മതിയാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകും. എങ്ങനെ പോകും? അവൻ അദ്ദേഹത്തെ പ്രാപിക്കുവാനുള്ള ഉത്കടമായ ഇച്ഛയോടുകൂടി, പിന്നെ എൻ്റെ മനസ്സിൽ അവനെ തന്നെ പ്രാപിച്ചേ പറ്റൂ എന്നുള്ള ഉത്കടമായ ഇച്ഛയോടുകൂടി അദ്ദേഹത്തെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ എത്തിച്ചേർന്നിട്ട് അവൻ അവനെ പ്രാപിക്കുക. അപ്പോൾ എനിക്ക് അയ്യോ എനിക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എല്ലാം കളഞ്ഞു കെട്ടിയിട്ട് ഒരു പോക്കുണ്ട്. അവന് അത് സാധിക്കും. അത് അദ്ദേഹം വിളിക്കുമ്പോഴേ സാധിക്കുള്ളൂ, അല്ലാതെ നടക്കില്ല. അതുകൊണ്ട് ആത്മീയത ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റുന്നതല്ല, നമുക്കൊന്നും പറഞ്ഞല്ല. നമ്മൾ നമ്മളെ കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ കൃപയുള്ളവനായി, അപ്പോൾ അവൻ്റെ മേൽ പരമാത്മാവ് കൃപയുള്ളവനായിത്തീരും. അവനിലെ മായയെ മാറ്റിയിട്ട് അവൻ്റെ മുമ്പിൽ സ്വരൂപം പ്രകടമാകും. സ്വരൂപം പ്രകടമാകും എന്ന് പറഞ്ഞാൽ സ്വരൂപം എങ്ങനത്തെയാണ്? അനുരൂപവും ഭാവവും ഇല്ല, ഒരു ശാന്തത. നമ്മുടെ ഗാഠനിദ്രയിൽ നമ്മളുടെ സ്വരൂപം എന്താണ്? നമ്മൾ ഞാനെന്ന ചിന്തയുമില്ല, ഒന്നുമില്ല, എന്തോ ഒരവസ്ഥയിൽ അങ്ങനെ കിടക്കുന്നു. അതിനെക്കാട്ടിയും ഒരു അമൃതമയമായ ഒരു അവസ്ഥയായിരിക്കും. എല്ലാം തുറന്ന ഒരു പുസ്തകം പോലെ എല്ലായിടവും വ്യാപിച്ചു കിടക്കുന്ന ഒരവസ്ഥ പോലെ, ആ ബ്രഹ്മത്തെ പോലെ. ബ്രഹ്മം സർവ്വവ്യാപിയാണ്, തുറന്ന ഒരു പുസ്തകം മാതിരിയാണ്. അതിന് വിചാരങ്ങളില്ല, അതിന് ഈ കാണുന്ന വസ്തുക്കളൊന്നും തന്നെ ഒരു വെളിച്ച രൂപത്തിൽ, പ്രകാശ രൂപത്തിൽ അങ്ങനെ സ്ഥിതി ചെയ്യും. ഇനി 4 ആ പരബ്രഹ്മ പുരുഷോത്തമനെ ഉപാസനാബലമില്ലാത്തവന് പ്രാപിക്കുവാനാവില്ല. ഉപാസിക്കുക, എല്ലാം ഉപേക്ഷിച്ച് അതിൻ്റെ പിന്നാലെ പോവുക, അതാണ് ഉപാസന. എല്ലാം ഉപേക്ഷിച്ച് ഈ ലോകമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഉത്കടമായ ആഗ്രഹം എന്താണ്? എനിക്ക് ആ ബ്രഹ്മമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന ചിന്തയോട് പോകുന്നവന് മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം ലഭിക്കുകയുള്ളൂ. സമസ്ത ഭോഗങ്ങളോടുമുള്ള ആശ ഉപേക്ഷിച്ച്, എല്ലാ ഭോഗങ്ങളോടുമുള്ള ആശ ഉപേക്ഷിക്കണം. നമ്മൾ ഈ ഞാൻ വലിയ വിശ്വാസിയാണ്, ഞാൻ ആത്മീയവാദിയാണ് എന്നെല്ലാം പറയുന്നവർ അമ്പലത്തിൽ പോകുന്ന എന്തിനു വേണ്ടിയാണ്? നമുക്ക് സുഖം നൽകണം, എൻ്റെ മരണം നല്ല സുഖത്തിൽ നടക്കണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ വേറെ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല, എൻ്റെ മോളെ കെട്ടിക്കണം. ഇതെല്ലാം ആഗ്രഹങ്ങളാണ്. ഇതൊന്നും ആത്മീയതയല്ല. എന്തോ ആത്മീയതയുടെ വിശ്വാസം ധരിച്ചു വെച്ചുകൊണ്ട് ആ വിശ്വാസമായിട്ട് അജ്ഞനായിട്ട് നടക്കുകയാണ്. അതിലൊന്നും ആത്മീയമില്ല. ഈശ്വരൻ അങ്ങനെ അവിടെ സഹായിക്കാൻ ഇരിക്കുന്നൊന്നുമില്ല. ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. എന്തിനാ പുറത്ത് തപ്പി നടക്കുന്ന? ഇതെല്ലാം അജ്ഞതയാണ്. അവിടെ ഇവിടെയെല്ലാം പോകുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉള്ളിൽ തന്നെ നമ്മൾ തന്നെയാണ് ആ ബ്രഹ്മം. അത് തിരിച്ചറിയാൻ ശ്രമിക്കുക. അതാണ് ബ്രഹ്മജ്ഞാനം. ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നുള്ള സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ വേറെ അന്വേഷിച്ച് നടക്കുന്നതല്ല അജ്ഞാനികൾ. ഏകമാത്രമായ പരബ്രഹ്മ പുരുഷോത്തമനെ, ഏകമാത്രനാണ് അവൻ, ഏകനേ ഉള്ളൂ. ഈശ്വരൻ എന്ന് പറയുന്നത് ഏകനാണ്. അത് പല ഈശ്വരന്മാരൊന്നും ഈ നാട്ടിലില്ല. സനാതനധർമ്മം എന്നെല്ലാം പറഞ്ഞിട്ട് മറ്റുള്ളവർ വേറെ എന്തോ ആണ്, നമ്മൾ വേറെ എന്തോ ആണ്. സനാതനം എന്ന് പറഞ്ഞാൽ എന്തും നിലനിൽക്കുന്നത് അത് ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അത് ഏകനാണ്. ആ ഏകനാണെന്ന് മനസ്സിലാക്കണം. ഓരോ ആൾക്കാരും ഓരോ പേരിൽ വിളിക്കുന്നു. അള്ളാന്നോ യഹോവയെന്നോ എന്തെല്ലോ വിളിച്ച് എന്തെല്ലോ അജ്ഞതകൾ കാട്ടിക്കൂട്ടുന്നു. അതിനാ ബ്രഹ്മം എന്ത് വിളച്ചു? ആ ഏകനായ ഈശ്വരൻ എന്ത് വിളച്ചു? അപ്പം ആ ഏകനായ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെ ആ ഏകമാത്ര പരമാത്മാവിൻ്റെ ഉത്കടമായ അഭിലാഷത്തോടെ
അതിനെ നേടണമെന്നുള്ള ഉത്കടമായ അഭിലാഷത്തോടുകൂടി ദേവനെ എപ്പോഴും ചിന്തിച്ച് കഴിയുന്നവൻ, അതാണ് ഉപാസനാബലം എന്ന് പറയുന്നത്. പിന്നെ അവൻ്റെ മനസ്സിൽ എന്തേ ഉണ്ടാവുള്ളൂ? ഈശ്വരനാണെന്നാണ്, ഏകമായ ഒരു ഈശ്വരനുണ്ട്, എനിക്കതായിത്തീരണം, അതുമായിട്ട് ചേരണം എന്നുള്ള ഒരൊറ്റ ചിന്തയായിട്ട് നടക്കുക. അല്ലാതെ വിഭാഗീയത വന്നു കഴിഞ്ഞാൽ തന്നെ അവൻ്റെ ആത്മീയത പോയി. അവൻ പിന്നെ ആത്മീയവാദിയൊന്നുമല്ല, അവൻ അജ്ഞാനി. വിഭാഗീയത വന്നു കഴിഞ്ഞാൽ അവൻ്റെ ദൈവം ഇവൻ്റെ ദൈവം എന്നല്ല. ഇത് കൂട്ടുവായിട്ട് സമ്പാദിക്കേണ്ട പരിപാടിയല്ല വേദം പറയുന്നത്. ഗ്രൂപ്പ് സംഘടിപ്പിച്ചിട്ട് പാർട്ടി പ്രവർത്തനം പോലെ കൊണ്ടു കിടക്കേണ്ട സാധനമല്ല ആത്മീയത. അവനവന് മാത്രമേ ഉദ്ധരിക്കാൻ പറ്റുകയുള്ളൂ ആത്മീയതയിലേക്ക്, ബ്രഹ്മത്തിലേക്ക്. അതിന് ആദ്യം ചെയ്യേണ്ടതെല്ലാം ഉപേക്ഷിക്കുക. ഞാൻ എൻ്റേത് എന്ന ചിന്തയെല്ലാം ഉപേക്ഷിക്കുക. നമ്മൾ ഇന്ന് മണ്ടത്തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ സമയവും പണവും വേസ്റ്റ് ചെയ്യുകയാണ്. ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. കർത്തവ്യത്യാഗരൂപമാകുന്ന പ്രമാദം കൊണ്ട് അദ്ദേഹത്തെ പ്രാപിക്കില്ല. കർത്തവ്യം എന്തെങ്കിലും ചെയ്തു കൂട്ടിയത് കൊണ്ട്, പൂജ നടത്തിയത് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ അദ്ദേഹത്തെ പ്രാപിക്കാനാവില്ല. ത്യാഗരൂപമാകുന്ന പ്രമാദം കൊണ്ട് എന്തെങ്കിലും ത്യാഗം സഹിപ്പോ, ഞാൻ ഈശ്വരന് വേണ്ടിയിട്ട് എൻ്റെ ഇതാ പൈസ 10 റുപ്യ ഞാൻ ചിലവാക്കുന്നു, ഒരു 10 പൈസ ആർക്കും കൊടുക്കാതെ പാർട്ടിയായിരിക്കും, ഈശ്വരന് ഞാൻ കൊടുക്കും. ഭയങ്കര, അവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ത്യാഗമാണ് 10 റുപ്യ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ളതൊന്നും കൊണ്ടൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. കൊടുത്തിട്ട് ഈശ്വരൻ എന്തിനാ നമ്മളെ പൈസ? സംയമനത്തോടെയുള്ള തപസ് കൊണ്ടും ലഭിക്കുകയില്ല. തപസ് അതിനായിക്കൊണ്ട് എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അത് കിട്ടണം എന്ന് വെച്ച് നടന്നുകൊണ്ടൊന്നും കാര്യമില്ല. ചിന്ത എന്താണ്? എനിക്ക് ആ ബ്രഹ്മത്തെ കൂടി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഈ ലോകത്തിൽ ഒന്നും തന്നെ വേണ്ട. അതായത് ഉത്കടമായ അഭിലാഷത്തോടെ നിരന്തര ഉപാസന മാത്രമേ ബ്രഹ്മപ്രാപ്തിക്ക് സഹായകമാവുകയുള്ളൂ. അപ്പം ആത്മീയതയിലേക്ക് തിരിക്കുന്നവർക്ക് വേണ്ടത് ഉത്കടമായ അഭിലാഷം. എനിക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ പിന്നാലെ ഇതാ ഞാൻ വരുന്നു, എല്ലാം ഉപേക്ഷിച്ചിട്ട്. ഈ ഒരു വഴിയല്ലാതെ ആത്മീയത സനാതന ധർമ്മത്തിലില്ല. ഇനി 5, വിശുദ്ധാന്തകരണത്തോടുകൂടി ആസക്തരഹിതമായ മഹർഷിഗണങ്ങൾ, ഈ വേദങ്ങൾ എഴുതിയ മഹർഷിഗണങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? വിശുദ്ധാന്തകരണം. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവർക്കുള്ള ജ്ഞാനം എഴുതി വെക്കുക. ആർക്ക് വേണ്ടിയിട്ട്? അതവർ വിറ്റിട്ട് കച്ചവടമാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്തിട്ട് പൈസ വാങ്ങാൻ പോകുന്നു, ഒന്നുമില്ല. അവർ ത്യാഗം സഹിച്ചുകൊണ്ട് എഴുതി വെച്ചു അവർക്ക് കിട്ടുന്ന ജ്ഞാനങ്ങൾ. വായിച്ചാലും വേണ്ടിയില്ല, വായിച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. അപ്പോൾ ആസക്തരഹിതമായ മഹർഷിഗണം മുൻപ് പറഞ്ഞ പോലെ ആ പരമാത്മാവിനെ പ്രാപിച്ച് ജ്ഞാനത്താൽ തൃപ്തരായി അവർ ആ സത്യം മനസ്സിലാക്കിയിട്ട് അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു. ജ്ഞാനത്താൽ തൃപ്തരായി അവർ എല്ലാ സത്യവും മനസ്സിലാക്കിയവരാണ് ഋഷികൾ. ഇങ്ങനൊരു ശക്തി വിശേഷമുണ്ട്, അതാണ് നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നത് എന്ന സത്യം അവർ മനസ്സിലാക്കി അവർ തൃപ്തരായി. പിന്നെ അവർക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല, അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു. എന്താണ് കർമ്മം? വേദങ്ങൾ എഴുതി വെക്കുക, വേണ്ടുന്നവർ വായിച്ചു കൊടുക്കും, അതെൻ്റെ ധർമ്മമാണെന്ന നിലയിൽ അവർ ചെയ്യുന്നു. അവർ ബ്രഹ്മസാക്ഷാത്കാരം നേടിയോ എന്ന് ചോദിച്ചാൽ സാക്ഷാത്കാരമൊന്നും ആയിട്ടില്ല, പക്ഷേ ജ്ഞാനത്താൽ തൃപ്തരായി. അവർ ഒന്നിലും കുറവില്ലാത്ത മനുഷ്യരായി. അവർക്കൊന്നിലും കുറവില്ല. അവരുടെ മാനസികാവസ്ഥ എന്താണ്? എനിക്ക് വീടില്ല, ഈ ഗുഹയെ കിടക്കുന്നു, കഷ്ടപ്പെടുന്നു. അവർക്ക് ആ ചിന്തയൊന്നുമില്ല. ഒന്നിലും കുറവില്ലാത്തവരാണ് അവർ. എനിക്ക് ഭക്ഷണമില്ല, എനിക്ക് കുളിക്കാൻ വെള്ളമില്ല, എനിക്ക് താമസിക്കാൻ വീടില്ല, ഇങ്ങനത്തെ ഒരു കുറവും അവർക്കില്ല. അവർ ആ മാനസികാവസ്ഥയിലെത്തി, എന്നിട്ട് എഴുതി വെച്ചു, അത്രയേ ഉള്ളൂ. പരമശാന്തന്മാരായി ജീവിച്ചു, എന്നിട്ട് ശാന്തതയോടെ അവർ ജീവിച്ചു. അവർ സ്വയം എല്ലാ ഭാഗത്തുകൂടിയും പരമാത്മാവുമായി ബന്ധപ്പെട്ട് എപ്പോഴും അവർക്ക് ഈ പരമാത്മാവ് എല്ലാ ഭാഗത്തും പരമാത്മാവാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന ഒരു ചിന്തയോടുകൂടി
നിത്യബ്രഹ്മത്തിൽ പൂർണ്ണമായി പ്രവിഷ്ടരായി ആ ബ്രഹ്മവുമായി ചേർന്നുകൊണ്ട് അവരവരുടെ കർമ്മങ്ങൾ ചെയ്തു വെച്ചു. അവരെ ജനിപ്പിച്ച് എന്തിനാണ്? വേദങ്ങൾ എഴുതി വെക്കാനാണ്. അവരങ്ങ് എഴുതി ചെയ്ത് വെച്ചിട്ട് അവരവരുടെ പാട്ടിന് പോയി. എവിടെ പോയെന്ന് നമുക്കും അറിയില്ല. അവരെവിടത്തേക്കാണ് പോയത്. കാരണം അവർക്കതിന് താല്പര്യമില്ല. എവിടെയും കിടന്ന് മരിച്ചിട്ടുണ്ടാവും, വീണ് കിടന്ന് മരിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം എഴുതി ചെന്നിട്ട് അവരവരുടെ പാട്ടിന് പോയി. അത്രയേ ഉള്ളൂ. 6. യാതൊരുവൻ വേദത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ ആത്മസ്വരൂപമായ പരമാത്മാവിനെ നന്നായും ദൃഢമായും മനസ്സിലാക്കുന്നുവോ, അപ്പം വേദത്തിലൂടെ തന്നെയാണ് ഈ ആത്മാവിനെ, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ, ശാസ്ത്രലോകം അന്വേഷിച്ചിട്ട് ഇട്ടെറിഞ്ഞു പോയ ആ ബ്രഹ്മം ശരിയായും ദൃഢമായും മനസ്സിലാക്കുന്നുവോ, വേദം പറഞ്ഞ തരത്തിൽ മനസ്സിലാക്കുന്നുവോ, അഥവാ കർമ്മഫലത്തിൻ്റെയും കർമാസക്തിയുടെയും യോഗരൂപമായ യോഗത്തോടെ അന്തകരണം തികച്ചും ശുദ്ധമായി അങ്ങനെയുള്ള പ്രശസ്തരായ വ്യക്തികൾ, പ്രതിഭാശാലികൾ മരണസമയം ശരീരത്തെ ത്യജിച്ചിട്ട് പരബ്രഹ്മ പുരുഷോത്തമൻ്റെ ദിവ്യ സങ്കേതത്തിൽ പ്രവേശിക്കുകയും അവിടെ പരമാമൃത സ്വരൂപമായ സംസാരമുക്തിയോ കൈവരിക്കുകയും ചെയ്തിട്ട് ആ ബ്രഹ്മത്തിൽ ലയിച്ച സമാനമായി മുക്തി പ്രാപിക്കുന്നു. അതായത് വേദശാസ്ത്രം ശരിക്ക് പഠിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഈശ്വരൻ ഇതാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ പുറത്ത് പറഞ്ഞു കിടക്കുന്നവരെ എൻ്റെ ഈശ്വരൻ ഇത്, മറ്റേത് ഇത് 16,008 ഉണ്ട്, എന്ത് 16,008, അതെല്ലാം ദേവതകളാണ്. അല്ല, ഈശ്വരനല്ല. ഈശ്വരൻ്റെ രൂപവും ഭാവവും അത് ജനിച്ചിട്ടുമില്ല, ജനിക്കുന്നുമില്ല. ഈ സത്യം ആർക്കാണ് അറിയുക? അവർ 16,008 ഈശ്വരന്മാരുണ്ട് എന്നും പറഞ്ഞ് നടക്കുകയാണ്. ഇതിന് മറ്റുള്ള ദേവതകളെയെല്ലാം കുറ്റവും പറഞ്ഞുകൊണ്ട് എല്ലാം അത് തന്നെയാണ് എന്ന സത്യം പോലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഓരോ അവരവരുടെ അജ്ഞത കൊണ്ടാണ് പല ദൈവങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നത്. ഈ സത്യം പോലും മനസ്സിലാക്കുന്നില്ല. ആ ദേവതകളെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അത് ദേവതകളാണ്. ഈശ്വരൻ വേറെയാണ്. ഈശ്വരന് നിർഗുണമാണ്. അത് നമ്മിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ എന്ത് അതിൻ്റെ നേരെ ആഗ്രഹിച്ചാൽ അത് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല. ആ ഈശ്വരൻ, ആ ബ്രഹ്മം, ആ സത്യം ആർക്കറിയാം? അപ്പം എല്ലാ അജ്ഞാനികളാണ്. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കി ഈ തരത്തിൽ ആര് വേദശാസ്ത്രങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കിയിട്ട് കർമ്മഫലത്തിൻ്റെയും കർമാസക്തിയുടെയും യോഗരൂപമായ യോഗത്തോടെ, എല്ലാം ത്യാഗമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അദ്ദേഹത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഞാനത് ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ ശുദ്ധ മനസ്സായി തീർന്ന് അന്ധകരണമെല്ലാം ശുദ്ധമായി തീർന്ന ആ മഹാത്മാക്കൾ മരണസമയം അവർ മരിക്കുന്നുണ്ട്. അവർ ബ്രഹ്മസാക്ഷാത്കാരം, ഋഷികളൊന്നും ബ്രഹ്മസാക്ഷാത്കാരം നേടിയവരല്ല. മരണസമയം അവർ അതിൽ തന്നെ ചിന്തിച്ചങ്ങ് ഇരുന്നിട്ട് ആ ബ്രഹ്മമായി തീരുന്നു എന്ന് പറയുകയാണ്. പിന്നെ അവർക്ക് ജനനമില്ല. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്, കാരണം പിന്നെ വേദവ്യാസനൊന്നും ഇവിടെ ജനിച്ചിട്ടില്ല. അത്രയും വലിയ പണ്ഡിതന്മാരൊന്നും ഇവിടെ പിന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പം ഗാന്ധിജി എന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഒരു പ്രത്യേക തരത്തിലാണ്. അഹിംസാ സിദ്ധാന്തത്തിനനുസരിച്ച ഒരു ഗാന്ധിജി. അത് ഇന്നത്തെ കാലത്ത് ജനിക്കുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്താണ് പറ്റുക? അപ്പം അത്തരം ഋഷികൾ, വേദങ്ങളെല്ലാം എഴുതേണ്ട ഋഷികൾ ഒരിക്കലേ ജനിക്കുന്നുള്ളൂ. അപ്പോൾ അവരവരുടെ കർമ്മങ്ങൾ നിസ്വാർത്ഥമായി ചെയ്തിട്ട് അവസാനം മരണസമയം ആ ബ്രഹ്മത്തെ തന്നെയാണ് ഇന്ത്യക്ക് എല്ലാം അതാണെന്ന് മനസ്സിലാക്കിയ വ്യക്തികൾ അതിനെ തന്നെ ആലോചിച്ചങ്ങ് കിടക്കും. അവർ മോക്ഷം നേടും. ഇനി 7, അത്തരം മഹാപുരുഷന്മാർ ദേഹാന്ത്യ സമയത്ത്, അവരുടെ മരണം സമയിക്കുന്ന സമയത്ത്
15 കലകളും മനസ്സോടുകൂടിയതുമായ ദേവതകളുമെല്ലാം അതാതിൻ്റെ കേന്ദ്രസ്ഥാനത്തിൽ പോയിരിക്കുന്നു. അങ്ങനെ അവർ മരിക്കുമ്പോൾ അവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം, മനസ്സ് ഇന്ദ്രിയങ്ങളെല്ലാം അതാത് ദേവതകളിൽ പോയി ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ശരീരം കിട്ടുന്നത് ഗ്രഹങ്ങൾ ഒരു പ്രത്യേക തരത്തിൽ ജനിക്കുന്ന സമയത്ത് നിൽക്കുന്ന, അല്ലെ സൃഷ്ടി നടക്കുന്ന സമയത്ത് ഗ്രഹങ്ങളാണ് നമുക്ക്. ആ ഓരോ ഗ്രഹവും അതിൻ്റേതായ പ്രത്യേകത തന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സൂര്യനെ കൊണ്ട് കണ്ണിനെയാണ്, കാഴ്ചശക്തിയെന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഇന്ദ്രിയങ്ങൾ, കണ്ണെന്ന ഇന്ദ്രിയമാണ് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. സൂര്യൻ നല്ല സ്ഥലത്താണെങ്കിൽ നമ്മൾ നല്ല കണ്ണ് കാണാൻ ഭംഗിയുള്ള നല്ല കാഴ്ചയുള്ള കണ്ണായിരിക്കും. വളരെ മോശ സ്ഥലത്താണ് ആ ക്രിയേഷൻ സമയത്ത് സംഭവിക്കുന്നതെങ്കിൽ കണ്ണിന് വൈകല്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ക്വാളിറ്റീസ് എല്ലാം സൂര്യൻ്റെ ആ സമയത്തെ രാശിചക്രത്തിലെ സ്ഥിതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ സൂര്യൻ തന്നെയാണ്, ആ സമയത്തെ സൂര്യൻ തന്നെയാണ് നമ്മളെ കണ്ണായിട്ട് വരുന്നത്. അപ്പം മരിക്കുമ്പോൾ ഇതെല്ലാം ഇവിടെ തന്നെ പോയി തീരും, ഓരോ ഗ്രഹങ്ങളിലും പോയി ചേരും. പിന്നെ അവർക്ക് പുനർജന്മം ഇല്ല. അതോടെ ആ ജീവാത്മാവിന് യാതൊരു ബന്ധനവും അവശേഷിക്കുന്നില്ല. പിന്നെ ഇവിടെയായിട്ട് എല്ലാ നവരീരത്തിലെ ഓരോ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിക്കുന്ന ശക്തിവിശേഷം അതാതുമായിട്ട് ചേരും. അതോടുകൂടി സമസ്ത കർമ്മങ്ങളും അവൻ അവസാനിക്കുകയും ഇനി അവന് പുനർജന്മം വേണ്ട, ആ പരമാത്മാവിൽ വിലയം പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് പേരുണ്ട്, അവരാണ് ഋഷികളെ പോലെയുള്ളവർ. അവർ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ച് പോയവരല്ല. അവരവരുടെ സത്യം ഈശ്വരനെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ രൂപം എന്ന് അവർ തന്നെ പറഞ്ഞു. നമുക്കൊന്നും അതിനെ തരത്തിലൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഈശ്വരൻ്റെ രൂപവും ഭാവമില്ല, അതിനെ ആർക്കും തന്നെ മനസ്സിലാവില്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അതാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവരവരുടെ കർമ്മം വേദങ്ങൾ എഴുതി വെച്ചു. അവർ പിന്നെ മരണസമയത്ത് പോയി ഇല്ലാതായി എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. അങ്ങനെയും സാധിക്കാം. എന്നിട്ട് എന്ത് പറയുന്നു? ഒഴുകുന്ന നദികൾ അവയുടെ നാമരൂപങ്ങൾ പരിത്യജിച്ച്, ഒഴുകുന്ന നദികൾ സിന്ധു, ഗംഗ എന്നീ നദികളെല്ലാം അവസാനം സമുദ്രത്തിൽ പോയി ചേരുമ്പോൾ അതിൻ്റെ പേരുകളെല്ലാം എടുത്ത് കളയണം. അപ്പം ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർ, സന്യാസത്തിലേക്ക് പോകുന്നവർ ആദ്യം ചെയ്യേണ്ടത് എല്ലാം ത്യജിക്കുക, അവരുടെ പേര് പോലും എടുത്ത് കളയുക, നാമങ്ങൾ എടുത്ത് കളയുക. ഈ നാമത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നെന്താണ് സന്യാസം കിട്ടുമ്പോൾ അവർക്കൊരു വലിയ നാമാണ്. ഇത് സ്വാമികൾ വലിയ നീട്ടത്തിലങ്ങ് എഴുതി പിടിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇന്ന് സ്വാമികൾ, എൻ്റെ സ്വാമി സന്യാസി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പേരെടുത്ത് കളയാനാണ് പറയുന്നത് സന്യാസത്തിലേക്ക് പോകുന്നത്. ഒഴുകുന്ന നദികൾ അവിടെ നാമരൂപങ്ങൾ എല്ലാം ത്യജിച്ച് ഏത് പ്രകാരം സമുദ്രത്തിൽ ചേരുന്നുവോ അതുപോലെ ജ്ഞാനികൾ നാമരൂപരഹിതരായി പേരിലെടുത്ത് കളഞ്ഞിട്ട് പരമാത്മാവായ ആ പരബ്രഹ്മ പുരുഷനിൽ ലയിക്കാൻ പോകണം. എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകണം. അല്ലാതെ അതാണ് ആത്മീയത. ആത്മീയതയിലേക്ക് വരുമ്പോൾ എല്ലാം ബ്രഹ്മമായി കാണാൻ പറ്റണം. അല്ലാതെ എനിക്ക് ഉള്ള പേര് തന്നെ ചെറിയ പേരാണ്, അതിൽ വലിയ പേര് എന്തോ മറ്റെന്തോ ആണെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. 9 യാതൊരുവൻ ആ പരബ്രഹ്മ പുരുഷോത്തമനെ അറിയുന്നുവോ അവൻ ബ്രഹ്മം തന്നെയായിത്തീരും. അവനെന്താണ്? ബ്രഹ്മമായിത്തീരും. അപ്പം ബ്രഹ്മമായിത്തീരും എന്ന് ഈശ്വരനായിത്തീരും. ഈശ്വരനായിത്തീരും എന്ന് പറഞ്ഞാൽ നമ്മളത്തേക്ക് ആ ഈശ്വരനാണ്. ഇനി എല്ലാവർക്കും എന്തല്ലോ വാരിക്കോരി വന്നു കഴിഞ്ഞാൽ വാരിക്കോരി കൊടുക്കാമെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് നമ്മളുണ്ടാക്കിയ ഈശ്വരൻ, നമ്മളൊരു ധാരണ ഉണ്ടാക്കിയ ഈശ്വരൻ്റെ അടുത്ത് പോയാൽ എല്ലാം ചെയ്തു തരും. ഉണ്ടാക്കി വെച്ചില്ല. ഭരണക്കാർക്ക് വലിയ ഗുണമാണ്. അതുകൊണ്ട് ആരും അങ്ങോട്ടേക്ക് പോയില്ല. ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ഈശ്വര എൻ്റെ മോന് ജോലി ഉണ്ടാക്കി ഈശ്വരന് മറ്റേ ഫാക്ടറി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയല്ലേ.
ഈശ്വരൻ പറയുന്നത് അത് രാജാവിൻ്റെ അടുത്ത് പോയി ചോദിക്കും, ഭരിക്കുന്നവരോടടുത്ത് പോയി ചോദിക്കും. രോഗം ഉണ്ടെങ്കിൽ അവിടെ പോയി ചെല്ല്, ആശുപത്രി സ്ഥാപിച്ചു തരാൻ പറ, മരുന്ന് തരാൻ പറ, നല്ല ചികിത്സ ഉണ്ടാക്കുന്ന ഗവേഷണം നടത്താൻ പറന്ന് ഭഗവാൻ പറയുകയാണ്. അതിനവിടെ ആളെ വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനെ ചാടിപ്പൊടിച്ച് വരുന്നത് മക്കൾക്ക് കല്യാണം നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ശത്രു സംഹാര പൂജ. അതായത് ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ അങ്ങേക്ക് പോയിട്ട് ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഭദ്രകാളിയാണെങ്കിൽ കൊടുവാള വെട്ട് കത്തി എന്തെല്ലാം ആയിട്ട് ഇറങ്ങിപ്പോയി അവിടെ പോയി വെട്ടി അവനെല്ലാം ശരിയാക്കിയിട്ട് വരും. ഇത് ഗുണ്ടയാണോ? ഗുണ്ടാപ്പണിയാണോ ഈശ്വരൻ? എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? ശത്രു സംഹാരം പോലെ ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം, കോടതിയുണ്ട്, അവരെല്ലാം നോക്കിക്കൊള്ളണം. അത് ഭരണത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതെല്ലാം ചെയ്ത് പരിഹരിച്ച് എല്ലാവർക്കും സ്വാന്തമായിട്ട് പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതായത് ഈശ്വരൻ ഇതാണ് പണി. അപ്പം നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് ഇതെല്ലാം അമ്പലത്തിലുള്ള എവിടെയെല്ലാം ഉള്ള സാധനങ്ങളാണ് ഈശ്വരൻ. അതൊന്നുമല്ല ഈശ്വരൻ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിന് രൂപവുമില്ല, ഭാവവുമില്ല, ഒരു കാര്യത്തിലും തലയിടില്ല, പറഞ്ഞാലും അതിൻ്റെ ചോട്ട് കയറുമില്ല. ആ ബ്രഹ്മമായിട്ട് നമ്മൾ മാറുന്നതെന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ആ ഈശ്വരനായി, നമ്മൾ ഇന്നത്തെ സങ്കല്പത്തിനാണ് ഞാൻ ഈശ്വരനായിരിക്കും, ഞാൻ ദൈവമാണ്, ആരെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ എന്നാ അടുത്ത് വന്നാൽ മതി, ഞാനിതാ എല്ലാം തരും, നിന്നെ അനുഗ്രഹിക്കും. കെട്ടിപ്പിടിച്ചിട്ട് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. അവിടെ പോയാൽ മതിയാ. പ്രമോദ് സ്വാമീൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹത്തിൻ്റെ ഒരു ആശ്ലേഷൻ എന്നാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നവും നോക്ക്, കല്യാണവും നടക്കും, എല്ലാം നടക്കും. ഇങ്ങനെയാണ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഈശ്വരനാകാണെങ്കിൽ നിർഗുണമായ ബ്രഹ്മം, അത് ഏകനാണ്. അതിന് പിന്നെ ഹിന്ദുവില്ല, ക്രിസ്ത്യാനിയില്ല, മുസ്ലിമില്ല, ഒരു ചുക്കുമില്ല, അതിന് രൂപവുമില്ല, ഭാവവുമില്ല. ആ തരത്തിലായിത്തീരും നമ്മൾ. ഒന്നിലും തലയിടില്ല. എല്ലാം നോക്കുന്നതെല്ലാം ബ്രഹ്മമാണ്, ഞാൻ തന്നെയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. അതാണ് ബ്രഹ്മമായി തീരുക. അല്ല, ബ്രഹ്മമായി തീരുക എന്നാണ് ആ വെച്ചുകൊണ്ട് ഞാൻ ബ്രഹ്മമായിരിക്കുകയാണെന്നാണ്. ഇന്നലെ മുതൽ ഞാൻ ബ്രഹ്മസാക്ഷാത്കാരം നേടി, ഞാൻ ഈശ്വരനായിരിക്കുകയാണ്, ഇനി എന്ത് കാര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഈശ്വരനല്ല ബ്രഹ്മം. അവൻ ബ്രഹ്മം തന്നെയായിത്തീരുന്നു. അവൻ്റെ വംശത്തിൽ ആരും ബ്രഹ്മത്തെ അറിയാത്തവരായി ഉണ്ടാവില്ല. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ജനിതക ഘടനയിലൂടെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വരുന്നത്. ഒരു ജനിതക ഘടനയുണ്ട്. ആ ജനിതക ഘടനയിലൂടെ നമ്മളെ കർമ്മങ്ങൾ ചെയ്ത് പോയി മരിക്കുന്നു, വേറൊരു ജന്മമെടുക്കുന്നു, കർമ്മം ചെയ്യുന്നു. എന്നിട്ട് ആ കർമ്മം തീരുമ്പോഴാണ് നമ്മൾ ബ്രഹ്മത്തിലേക്ക് പോകുന്നത്. ആ തീരുമ്പോൾ ആ ചെയിൻ അവിടെ മുറിയുകയാണ്. അതുകൊണ്ട് എൻ്റെ സന്തതികളുടെയും ജോലി അവിടെ ഏകദേശം തീർന്നു. അവരും ബ്രഹ്മസാക്ഷാത്കാരത്തിൽ എത്തിച്ചേരും. അവൻ്റെ പരമ്പര അവിടെ തീരുകയാണ്. എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെയും എല്ലാം അംശമാണ് എന്നിലുള്ളത്. ആ പരമ്പരയായിട്ട് ഞാൻ ഇങ്ങനെ വരികയാണ്. എപ്പോഴും എൻ്റെ ഇനി ആ പരമ്പര വേണ്ട, എന്നിലൂടെ വേറൊരു പരമ്പര വേണ്ട എന്ന് വരുമ്പോഴാണ് ഞാൻ സന്യാസിയായിട്ട് മാറുന്നത്. അപ്പോഴേക്ക് എന്നിലൂടെ വല്ല കുട്ടിയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പരമ്പരകളും അതോടുകൂടി സ്റ്റോപ്പാകും. പിന്നെ അവരിൽ വേറെ പുനർജന്മം ഉണ്ടാകേണ്ടി വരില്ല. ആ ചെയിന് തന്നെ മുറിഞ്ഞു പോവുകയാണ്. അവൻ എല്ലാവിധ ശോകങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും അകന്ന് ജീവിക്കുന്നു. പിന്നെ അവന് ഒന്നുമായിട്ട് ചിന്തയില്ല. അഹങ്കാരം, വിഷയാസക്തി നശിച്ച് പാപരഹിതനായി അമരനായിട്ട് തീരുന്നു. ഇനി 10 യാതൊരുവൻ തൻ്റെ വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ച് നിഷ്കാമഭാവത്തിൽ കർമ്മം അനുഷ്ഠിക്കുന്നുവോ? എന്താണ് തൻ്റെ വർണ്ണവും ആശ്രമധർമ്മവും? ഞാൻ ജനിച്ചാൽ എനിക്കൊരു മാനസികാവസ്ഥ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ നല്ലൊരു ധീരനായ ക്ഷത്രിയ സ്വഭാവമുള്ളവനായിരിക്കും, അർജുനനെ പോലെ. അപ്പം അർജുനനോട് പറഞ്ഞെന്താണ്? നിന്നെ സൃഷ്ടിച്ചത് ശത്രുക്കളെ വധിക്കാനാണ്, നീ അവരെ വധിക്കുക. എന്നെ ഒരു ശാസ്ത്രജ്ഞനായിട്ടാണ് ചിത്രീകരിച്ചെങ്കിൽ ഞാൻ ഗവേഷണത്തിൽ മുഴുകി ജീവിക്കുക.
ഇതാണ് വർണ്ണാശ്രമധർമ്മം. വർണ്ണവും ആശ്രമധർമ്മവും. ആശ്രമധർമ്മം എന്നെല്ലാം പറയുമ്പോൾ ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം. പഠിക്കേണ്ട കാലത്ത് നമ്മൾ കയറിയിട്ട് ഭരിക്കാൻ നടക്കരുത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പഠിക്കുക. എന്ത് പഠിക്കണം? എൻ്റെ ബുദ്ധിക്കനുസരിച്ചത് പഠിക്കണം. ഞാൻ ഒരു നല്ല എഞ്ചിനീയറായി മാറേണ്ടവനാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വിഷയം പഠിക്കണം. തെങ്ങ് കയറ്റത്തിനുള്ള ബുദ്ധിയാണ് എനിക്കുള്ളതെങ്കിൽ ഞാൻ തെങ്ങ് കയറാൻ പഠിക്കണം. അതവൻ്റെ ജനിതക ഘടനയിൽ വരണം. അപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ ഒരച്ഛൻ 5 മക്കളുണ്ടെങ്കിൽ ഒരുത്തൻ തെങ്ങ് കയറാനായിരിക്കും താല്പര്യം ഉണ്ടാവും, ഒരുത്തന് ക്രിക്കറ്റ് കളിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവും, ഒരുത്തന് നാടകം അഭിനയിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവും, ഒരുത്തന് രാജ്യം ഭരിക്കാനാണ് താല്പര്യം ഉണ്ടാവും. ആ വഴിക്ക് പോയിക്കൊടുക്കുക. ജനിക്കുമ്പോഴുള്ള ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. അത് തന്നെ ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. കുട്ടിക്കാലത്ത് പഠിക്കേണ്ടപ്പം പഠിക്കുക തന്നെ ചെയ്യണം. പെണ്ണ് കെട്ടേണ്ട സമയം പെണ്ണ് കെട്ടി കുടുംബം പോയിട്ട് തന്നെ ചെയ്യണം. അത് അനുഷ്ഠിക്കണം. എങ്ങനെ അനുഷ്ഠിക്കണം? നിഷ്കാമഭാവത്തിൽ, എനിക്ക് വേണ്ടി എന്ന ചിന്തയില്ലാതെ. പെണ്ണ് കെട്ടേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? ഭാവിയിലൊരു തലമുറ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കെട്ടുന്നു. വേദവ്യാസനെ വിളിച്ചിട്ട് പറഞ്ഞു, തലമുറയിൽ ഇല്ലാതാവുകയാണ്, എനിക്കിപ്പം കുട്ടികളെ വേണം. ആ ശരി, നിർബന്ധമാണ്. എന്നാൽ ഞാൻ കുട്ടികളെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുണ്ടാക്കിയതാണ് ദുര്യോധനൻ. ഈ ധൃതരാഷ്ട്രരും പാണ്ഡവരും ഒന്ന് വളരെയും പോയി. ആ സമയം കൊള്ളില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കർമ്മമാണ് സൃഷ്ടിക്കുന്നത്. ചെയ്തു കൊടുത്തു, വിട്ടു. വേണ്ട, കുട്ടികളെ വേണ്ട, ഉണ്ടാക്കിത്തരാം. അത്രയേ ഉള്ളൂ. അതാണ് ദാമ്പത്യത്തിൻ്റെ ആവശ്യം. പിന്നെ അവരെ പോറ്റല്, രണ്ടുപേരും കൂടിയിട്ട് ഇവനെ വളർത്തിയെടുത്തിട്ട് അവൻ ഏകദേശം കർമ്മം ചെയ്യാൻ. കാലത്തിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ ഒരു കുട്ടീനെ ആ കാലത്ത് കർമ്മം ചെയ്യാൻ. അവൻ ആ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ പോയി വിട്ട് പിന്നെ പോയിക്കൊള്ളണം. പിന്നെ അവൻ്റെ കാര്യത്തിൽ തലയും തൊട്ടേക്കരുത്. പിന്നെ അവനെ കൊണ്ട് ആ ശക്തി ജയിപ്പിച്ചോളൂ. നിങ്ങളെ പാടുന്നവർ വല്ല കാട്ടിലേക്കോ എവിടേക്കോ പോയിക്കൊള്ളുക. അപ്പം ഈ ആശ്രിതധർമ്മമെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് നിഷ്കാമഭാവത്തിൽ കർമ്മം അനുഷ്ഠിക്കണം. വേദത്തിലെ യഥാർത്ഥ അർത്ഥങ്ങൾ മനസ്സിലാക്കണം. അവയെ മനസ്സിലാക്കി പരബ്രഹ്മത്തെ ഉപാസിക്കണം. എന്താണ് ഈശ്വരൻ എന്ന തത്വത്തെ മനസ്സിലാക്കിയിട്ട് അതിനെ ഉപാസിക്കണം. അതിൽ ജിജ്ഞാസയുള്ളവനായിരിക്കണം. പിന്നെ ജിജ്ഞാസ ഉണ്ടാണ് എന്തിനു വേണ്ടിയിട്ട്? അതിനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആ ബ്രഹ്മം, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മമാണ് ഞാൻ. എനിക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം മിഥ്യയാണെന്ന് വെച്ച് കളഞ്ഞുകൊണ്ട് പോകണം. യാതൊരുവൻ സ്വയം ഏകനെന്ന ഭാവത്തിൽ ശ്രദ്ധയോടെ ശാസ്ത്രവിധിക്കനുസരിച്ച് ഹവനം നടത്തുന്നുവോ, യാതൊരുവൻ വിധിപ്രകാരം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നുവോ, അവന് മാത്രം ഈ ബ്രഹ്മവിദ്യ ഉപദേശിക്കുക. ഇങ്ങനെ നീങ്ങുന്നവർക്ക് മാത്രമേ ബ്രഹ്മജ്ഞാനം ഉപദേശിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ കണ്ടവനെല്ലാം വിളിച്ചിട്ട് ആത്മീയ പ്രഭാഷണം നടത്താൻ പാടില്ല. ഇങ്ങനെ ആർക്കെങ്കിലും വിരക്തി വന്നിട്ട് എനിക്ക് ബ്രഹ്മമെന്ന് ഒരു എന്തോന്നുണ്ട്, അതിൽ പോയി ലയിക്കണം എന്നുള്ള ചിന്ത അതുമായിട്ട് മുട്ടി നടക്കുന്നുണ്ടെങ്കിൽ അവനോട് ഇത് ഉപദേശിച്ചു കൊടുക്കാം. എല്ലാത്തവൻ്റെ അടുത്തൊന്നും ഇത് ഉപദേശിക്കരുത്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് പ്രമോഷൻ ഓഫീസിൽ പോയി എന്തെല്ലാം പാര വെക്കണം, ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നവരുടെ അടുത്തൊന്നും ഈ ആത്മതത്വം ഉപദേശിക്കരുത്. വിരക്തി വന്നവന് നേരെ ഈ കുടുംബവും വേണ്ട. കുടുംബം അതാണ് ആദ്യമേ പറഞ്ഞത്, വസ്ത്രം അടിച്ച് കളയുക. അത് കളയുന്നവന് കളയാനുള്ള മനക്കെട്ടി ഉണ്ടാകണം. ഭാര്യ മക്കളെ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ, ധനവും എല്ലാം ഉപേക്ഷിച്ച് പോകാൻ. ഭാര്യ മക്കളെയും ചിലപ്പോൾ ഉപേക്ഷിച്ച് കളയും. ഇന്നത്തെ ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും തടി ഊരാൻ മതി എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകും. അതുകൊണ്ടാണല്ല കേസുകൾ വരുന്നത്. അതല്ല, ഇനി എനിക്ക് സ്വത്തും വേണ്ട, സമ്പാദ്യം വേണ്ട, ജോലിയും വേണ്ട, ഇതെല്ലാം ഉപേക്ഷിക്കണം. പണ്ടത്തെ കാലത്താണ് ഭാര്യയും മക്കളെയും പറയുമ്പോൾ വിഷമുണ്ടാകുന്നത്. ഇപ്പോൾ അങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് എല്ലാം ത്യജിച്ചിട്ട് ഉടുതുണി അടക്കം ഉപേക്ഷിച്ചിട്ട് പോകണം. അങ്ങനെയുള്ളവർക്ക്
ഞാൻ എന്ത് ചെയ്യണമെന്ന് സംശയമുണ്ടെങ്കിൽ അവനെ പിടിച്ച് ഈ ബ്രഹ്മവിദ്യ ഉപദേശിക്കണം. 11 ബ്രഹ്മരൂപമാകുന്ന സത്യത്തെ, ഇതാണ് സത്യം. ബ്രഹ്മരൂപം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നത് ഈ സത്യമാണ്. പ്രപഞ്ചത്തിൽ ഏതോ ഒന്നുണ്ട്, അതാണ് ഇതത്രയും കാട്ടിക്കൂട്ടുന്നത്. ആ സത്യം ആദ്യം അങ്കീരസ് മഹർഷി ശൗനകന് ഉപദേശിച്ചു. വിധിപൂർവം ബ്രഹ്മചര്യം പാലിക്കുന്നവർ വിധിപൂർവം ബ്രഹ്മചര്യം പാലിക്കാത്തവർക്ക് ഇത് പഠിക്കുവാനാകില്ല. ഇത് പഠിക്കാൻ പോലും പറ്റില്ല. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പഠിക്കാം, ബ്രഹ്മവിദ്യ അഭ്യസിക്കാം. അത് വിധിപ്രകാരം ആ പഠിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടി പോകുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. അല്ലാത്തവരുടെ അടുത്തൊന്നും ഇത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അവർക്ക് അതിൻ്റെ ഗൂഢാർത്ഥം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനിവിടെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകാൻ പോകുന്നില്ല. ഏത് യഥാർത്ഥത്തിൽ ആ സത്യം ഉൾക്കൊള്ളണം, എന്താണ് ബ്രഹ്മം എന്നുള്ള ഒരാകാംക്ഷ ഉള്ളവർക്ക് മാത്രമേ ഈ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. മറ്റുള്ളവർക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. എന്നിട്ട് എന്ത് പറയുന്നു? മഹാമുനിമാർക്ക് നമസ്കാരം. എല്ലാ മുനിമാർക്കും നമസ്കാരം പറയുകയാണ്. കാരണം അവർക്ക് മാത്രമാണ് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയത്. അല്ലാതെ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവർ പിന്നെ തിരിച്ചു വരില്ല. ബ്രഹ്മമായി മാറിയവരൊന്നും വന്നിട്ട് നമ്മളെ പഠിപ്പിക്കാൻ നിൽക്കില്ല. ഈശ്വരനായി മാറിയവരൊന്നും പിന്നെ നമ്മുടെ അടുത്ത് വരാൻ പോകുന്നില്ല. അവർ പറഞ്ഞും തരില്ല. കാരണം അവർ വിട്ടുപോകുന്നവരാണ്. പിന്നെ ഋഷികൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരവരെ നിസ്വാർത്ഥ കർമ്മത്തിലൂടെ ആ വിഭാഗം അവരാണിത് കൈമാറി തന്നത്. അതുകൊണ്ട് അവർക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് മുണ്ടകോപനിഷത്ത് ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്തതിലേക്ക്